മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബിയായിരുന്ന ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖന്മാരിൽപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഏറെ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് വിശേഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചൊല്ലുകയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥ കണ്ട് ഏറെ പ്രയാസപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് രാത്രിയാ. വീട്ടിലേക്ക് വന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് ഭാര്യ ഭക്ഷണമെല്ലാം നൽകുകയാണ്. ഭക്ഷണം കഴിച്ചു രണ്ടുപേരും രാത്രി ഉറങ്ങാനായി കിടക്കുകയാണ്. അപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞത്, പ്രിയപ്പെട്ടവളെ, ഇന്ന് ഞാനേറെ ദുഃഖിതനാണ്, എന്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. ഭാര്യ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങളെ വിഷമിപ്പിച്ച കാര്യം എന്താ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകളോട് ഭാര്യ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പോയാ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിന്റെ അകത്ത് ഒറ്റപ്പെട്ട അവസ്ഥയില. ആരും അല്ലാഹുവിന്റെ ഹബീബിനോടൊരു വിവാഹത്തിന്റെ കാര്യം പോലും ആരും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നില്ലല്ലോ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു അന്ന് വീട്ടിന്റെ അകത്തുള്ള ചർച്ച. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രിയപ്പെട്ടവ ഭർത്താവിനോട് പറയുകയാണ്, നാളെ നേരം പുലർന്നാൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. നേരം പുലർന്നു. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണമെല്ലാം പാകം ചെയ്തു കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതത്തോടുകൂടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ ഭാര്യ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ് വീട്ടിന്റെ അകത്തുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഉമ്മു കുൽഥൂം ഉണ്ട് റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബും വീട്ടിന്റെ അകത്തുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിന്റെ അകത്ത് ചെന്ന് വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ദുഃഖിതനായിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവർ തമ്മിൽ ചില കുടുംബ ബന്ധവുമുണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തോടു കൂടെ അങ്ങ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണല്ലേ യാ റസൂലല്ലാഹ്. രണ്ടു മക്കളും ഒറ്റപ്പെട്ടു പോയില്ല നബിയേ. അതുകൊണ്ട് ഈ രണ്ടു മക്കൾക്ക് വീട്ടിനകത്തൊരു തുണ വേണ്ടേ യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഒരു വിവാഹം അന്വേഷിച്ചോട്ടെയോ യാ റസൂലല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇതങ്ങ് പറഞ്ഞപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇരു കണ്ണുങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. മഹദി രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഞാനൊരു വിവാഹം എന്ന് പറഞ്ഞപ്പോഴേക്കേ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ഖദീജയോട് കിടപിടിക്കാൻ പറ്റാവുന്ന ഒരു പെണ്ണും ഇനി എനിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞത്. എൻ്റെ ഖദീജ എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഹബീബ് കണ്ണിൽ വെള്ളം നിറച്ചത് എന്ന് മഹദി രേഖപ്പെടുത്തുകയാണ്. മഹദി പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ഖദീജയുടെ ശേഷം ഇനി ഒരാളെയും ഞാൻ ഭാര്യയായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ആദ്യം പറഞ്ഞത്. എന്നാൽ മഹദി പറയുകയാണ്, ഞാൻ നിരന്തരമായി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, ഇനി എന്നെ വിൽക്കാൻ ഖദീജയെ പോലെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു പെണ്ണ് ലോകത്തുണ്ടാകാൻ ഇടയില്ലല്ലോ എന്ന്. അപ്പോഴാ മഹദി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങേ വിൽക്കാൻ മക്കയിൽ എത്രയോ സ്ത്രീകൾ തയ്യാറാണ് നബിയേ.
ആ കന്യകയായ സ്ത്രീകളാണോ അങ്ങേക്ക് വേണ്ടത്? കന്യകയായ ഭാര്യമാരാണോ വേണ്ടത്? അതല്ല വിവാഹമോചിതരായ സ്ത്രീകളാണോ വേണ്ടത്? ഏത് രീതിയിലുള്ള വിധവകളായ സ്ത്രീകളാണോ അങ്ങേക്ക് ഇഷ്ടമേതാണോ? അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയോ മക്കത്ത് ധാരാളമുണ്ടല്ലോ. അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോഴാണ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാന്റെ ഭാര്യ പറയുന്നത് റളിയല്ലാഹു അൻഹു, മഹദി പറഞ്ഞുത്രേ, കന്യകയായ സ്ത്രീയാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഏറ്റവും അടുത്ത അനുയായിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ഉണ്ടല്ലോ, റളിയല്ലാഹു അൻഹ. കേൾക്കണേ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ആയിഷ ചെറിയ പെണ്ണല്ലേ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, ആയിഷ അങ്ങേക്ക് വിവാഹം ചെയ്തു തരുന്ന കാര്യോ സിദ്ദീഖിനോട് ഞാൻ പറഞ്ഞാൽ സിദ്ദീഖിനേറെ സന്തോഷമായിരിക്കും. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സമ്മതമാണോ? ഞാൻ സിദ്ദീഖിനോടൊന്ന് പറഞ്ഞോട്ടെ എന്ന് റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹദി എവിടെ നിന്ന് പുറപ്പെടുകയാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ അകത്തില്ല. ഉമ്മു റുമാന വീട്ടിൻ്റെ അകത്തുള്ളത്. മഹദി വീട്ടിലേക്ക് വന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഉമ്മു റുമാനയോടാ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തുണ വേണ്ടേ? നിങ്ങളുടെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബിന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന്. ആ ഇടയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാ. ഒരു ദിവസം ഉറങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് സ്വപ്നത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ സമ്മാനം അങ്ങേക്ക് അല്ലാഹു തന്നയച്ചതാണെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനത് പൊളിച്ചു നോക്കിയപ്പോൾ റഅയ്തു ആയിഷയാണ് ഞാൻ കണ്ടത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിനോട് വിവാഹം ചെയ്യണം എന്ന് അല്ലാഹു തന്നെ റസൂലുള്ളാഹിനെ അറിയിച്ചതാ. അതിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ കൂടെ വന്ന് പറയുന്നത്. നേരെ ഉമ്മു റുമാനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബിന് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തുകൂടെ എന്ന്. ഉമ്മു റുമാൻ കേട്ടപാടെ വല്ലാതെ സന്തുഷ്ടയാവുകയാണ്. പക്ഷേ ഉമ്മു റുമാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം വേറൊരു കുടുംബത്തോട് നേരത്തെ പറഞ്ഞു വെച്ചതാ. എനിക്കേറെ സന്തോഷമാ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു പോയതാ. അവരൊന്ന് വന്നതിന് ശേഷം ഞാൻ അവരുമായി ഒന്ന് കൂടിയാലോചിക്കട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പറഞ്ഞയച്ചത്. അല്പനേരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശവാഹകയായി പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്ന വിവരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മു റുമാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവിയെ വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിച്ചാ വന്നത്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപാട് വല്ലാതെ സന്തുഷ്ടനായി. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മൾ ഇന്ന ആളോട് ആയിഷ ബീവിയുടെ വിവരം നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങുകയാ, നേരെ ആ കുടുംബത്തിലേക്ക് ചെല്ലുകയാ. ആ കുടുംബത്തിൽ ചെന്ന് ഈ വിവരം ആരായാൻ വേണ്ടിയാ ചെന്നത്. പക്ഷേ ആ കുടുംബം ആ ബന്ധത്തിൽ നിന്ന് നേരത്തെ അവർ വിമുഖത കാണിച്ച് പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായിയായി എന്നതായിരുന്നു അതിന്റെ കാരണം. അതുകൊണ്ട് അവർ ആ വിവാഹ ബന്ധത്തിന് താല്പര്യപ്പെട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറെ സന്തോഷമായി. അല്ലാഹുവിന്റെ ഹബീബിനെ വിവരമറിയിക്കുകയാണ്. അങ്ങനെ നിക്കാഹിനുള്ള ദിവസം കാണുകയാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ദിവസം അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണിന്റെ വീട്ടിൽ നിന്നോ ആ പള്ളിയിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിക്കാഹ് നടക്കുക. കണ്ണൂരൊക്കെ പുതിയാപ്പിളാരെ വീട്ടിൽ നിന്ന് നടക്കുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് വരുന്ന സമയം ആയിഷ ബീവിയുടെ അവസ്ഥയെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിനായി വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം അങ്ങനെ കളിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 7 വയസ്സാണെന്ന്. അള്ളാഹുവിന്റെ ഹബീബ് നിക്കാഹിന് വരുമ്പോ 7 വയസ്സാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, ഞാനിങ്ങനെ കളിക്കാണ് കൂട്ടുകാരികളോടൊപ്പം. എന്നോട് പറഞ്ഞു, ആയിഷ ഇങ്ങ് വാ ആയിഷ. ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉമ്മ എന്നെ നന്നായി കുളിപ്പിച്ചു തന്നു. പുതിയ വസ്ത്രങ്ങളെല്ലാം അണിയിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ ഇന്ന് നിന്റെ നിക്കാഹ് നടക്കുകയാണ് ആയിഷ. റസൂലുള്ളയാണ് നിന്റെ ഭർത്താവ് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അന്ന് എനിക്ക് 7 വയസ്സാണ്. 7 വയസ്സ്. ചില ആളുകൾ പറയണ്ട് 7 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കേ നിക്കാഹ് ചെയ്യുകയോ. ഇസ്ലാം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണല്ലോ. അങ്ങനല്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഇസ്ലാം നിക്കാഹിനെ കാണുന്നത് ആധുനിക ലോകവും ഇസ്ലാമും തമ്മിൽ വ്യതിരിക്തമാകുന്നത് ഇവിടെയാണ്. ആധുനിക ലോകം വിവാഹത്തെ കാണുന്നത്, വിവാഹത്തെ ഒന്നാമതായി കാണുന്നത് ലൈംഗികതയായിട്ടാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്, നിക്കാഹിലൂടെ ഒന്നാമതായി ദീൻ കാണുന്നത് ഒരു പെണ്ണിന്റെ സംരക്ഷണമാണ്. അവിടെ വ്യത്യാസം. പെണ്ണിന്റെ സംരക്ഷണമാണ് ഇസ്ലാം കാണുന്നത്. അല്ല നിക്കാഹിന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കണം എന്താ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമാറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരികയാണ് അല്ലാഹു കൽപ്പിച്ച പോലെ. എന്താണ്? ഇംസാകും ബിമഅറൂഫ്, നല്ല രീതിയിൽ എൻ്റെ പൊന്നുമോളെ നീ സംരക്ഷിക്കണോ, അതിനെ കടിയില്ലേ. ഔ തസ്രീഹിം ബിഇഹ്സാൻ, എൻ്റെ മോളെ നല്ല രീതിയിൽ എനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന്. വിവാഹത്തിൻ്റെ വചനം പോലും അങ്ങനെ, നല്ല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കണമെന്ന്. വിശുദ്ധ ഇസ്ലാം വിവാഹത്തിലൂടെ കാണുന്ന ഒന്നാമത്തെ ലക്ഷ്യം സംരക്ഷണമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആധുനിക ലോകം കാണുന്നത് ലൈംഗികതയുടെ ലൈസൻസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഓല് പറഞ്ഞത് ഒരു പെണ്ണിനെങ്ങനെ ചെറുപ്പത്തിൽ നിക്കാഹ് ചെയ്യാൻ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. ഏറ്റവും പ്രധാനമായൊരു പെണ്ണിൻ്റെ സംരക്ഷണമാണ് ഇസ്ലാം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണല്ലോ സംരക്ഷണം നൽകാൻ പറ്റാവുന്നവൻ്റെ കയ്യിലേ ഏൽപ്പിക്കാവൂ എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർക്കുകയാണ്, പെരിങ്ങത്തൂരിനടുത്തുള്ള ഒരാൾ ഒമാനിൽ വെച്ച് ഞാനുമായി കണ്ടുമുട്ടിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു,
മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. മഹാനായ തങ്ങളോട് അയാൾ എപ്പോഴും ദുആ ചെയ്യാൻ പറയത്രേ, തങ്ങളെ എൻ്റെ മകൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടാൻ ദുആ ചെയ്യണം, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കാവൂ തങ്ങളെ, അതിന് നിങ്ങൾ ദ്വാരക്കണം. എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം തങ്ങൾ ഇങ്ങനെ ചോദിച്ചത്രേ, അല്ല നീ എന്താ അങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ മരിപ്പിക്കാവൂ, എനിക്ക് അതിന് ദീർഘായുസ് കിട്ടാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞത്, നീ ഇല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കില്ലേ എന്ന് ചോദിച്ചു. നീ ഇല്ലെങ്കിലും അവളുടെ വിവാഹം കഴിയില്ലേ? വാപ്പാരില്ലാത്ത എത്ര കുട്ടികളെ കല്യാണം കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ പറയാ, ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാനില്ലെങ്കിലും കല്യാണമൊക്കെ കഴിയും, ശരിയാണ്, എൻ്റെ ജേഷ്ഠാനുജന്മാരോ അവരുടെ ആങ്ങളമാരോ ഒക്കെ അവളെ കല്യാണം കഴിക്കും, പക്ഷേ എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഭർത്താവിനെ അന്വേഷിക്കുന്ന പോലെയുള്ള ഭർത്താവ് ആവണമെന്നില്ല അവരന്വേഷിക്കുന്നത്. ഇയാൾ പറയാണ് തങ്ങളോട്, തങ്ങളെ എൻ്റെ മകൾക്ക് കിട്ടുന്നത് ഏറ്റവും അനുയോജ്യനായ ഭർത്താവാകണം എന്നാകും ഞാൻ ചിന്തിക്കുക. എൻ്റെ മരണശേഷം ഒരു കല്യാണമൊക്കെ കഴിക്കും, പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ട് ആ ബാധ്യത കഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ടാവും കല്യാണം കഴിക്കുക. അപ്പോൾ തങ്ങൾ പറഞ്ഞത്ര, അത് ശരിയാ നീ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 8ഉം 10ഉം വയസ്സുള്ള 2 പെൺമക്കളാണ്. വാപ്പ ക്യാൻസർ രോഗിയായിട്ട് മരിക്കാൻ പോവുക അവശനായിട്ട്. ആ കുട്ടികളെ സുരക്ഷിതമായൊരു കരങ്ങളിൽ ഏൽപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമമോ ലോകത്ത് പല രാജ്യങ്ങളുടെ നിയമമോ പല മതങ്ങളുടെ നിയമമോ അതിനനുവദിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞത് ഈ വാപ്പക്ക് സന്തോഷത്തോടെ മരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല 2 ചെറുപ്പക്കാരെ കണ്ടെത്തി അവരെ നിക്കാഹ് ചെയ്ത് കൊടുക്കുക. നിക്കാഹ് ചെയ്ത അതിൻ്റെ അർത്ഥം ലൈംഗികതയ്ക്ക് വിട്ടുകൊടുക്കണം എന്നല്ല. ഏത് പ്രായത്തിലും നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞതെന്താ? ഒരു പെണ്ണിനെ ശാരീരികമായി പക്വമാകുമ്പോഴേ ഭർത്താവിനെ ഏൽപ്പിക്കാവൂ എന്നും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിക്കാഹ് ചെയ്താൽ പിന്നെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. പക്ഷേ ശാരീരികമായി ബന്ധം പുലർത്താൻ ഈ കുട്ടി ശാരീരികമായി പക്വമായെങ്കിലേ ഏൽപ്പിച്ചു കൊടുക്കാവൂ എന്ന് വലിയനോടും അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ സുരക്ഷിതത്വം ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരാൾക്ക് കൈമാറാനുള്ള അവസ്ഥ അള്ളാഹുവിൻ്റെ ദീൻ നൽകിയിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയുടെ 7ാമത്തെ വയസ്സിലാണ് നിക്കാഹ് ചെയ്തതെങ്കിലും വീട്ടിൽ കൂടിയിട്ടില്ല. വീട്ടിൽ കൂടിയത് 9ാമത്തെ വയസ്സിലാണ്. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് പലായനം ചെയ്തല്ലോ. മദീനയിൽ അല്ലാഹുവിൻ്റെ ഹബീബത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി അല്ലാഹുവിൻ്റെ ഹബീബ് നിർമ്മിക്കുകയാണ്. ആ പള്ളിയോട് ചേർന്ന അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു വീട് നിർമ്മിക്കുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടെയാണ് വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മദീനയിൽ സ്വഹാബികളെല്ലാവരും എത്തിയപ്പോൾ എല്ലാവർക്കും പനി ബാധിച്ചത്രേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തനിക്കും പനി വന്നോ? ആയിഷ ബീവി തനിക്ക് വന്ന പനിയെ കുറിച്ച് പറയുകയാണ്, പനിയുടെ ശക്തി കൊണ്ട് തലമുടി പോലും കൊടിഞ്ഞു പോയത്രേ. അങ്ങനെ പനിയെല്ലാം സുഖമായി. അതിനുശേഷം ശരീരം അതാ പൊട്ടിച്ചു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിന് ശേഷം ശാരീരികമായി പൊട്ടി കൈവരിക്കുകയാണ്. 9 വയസ്സാ. ആ സമയത്താണ് വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പ്രായം 9 ആയിരുന്നുവെങ്കിലും ശാരീരികമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല പൊട്ടി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊട്ടി അങ്ങനെ ഉണ്ടാവും. ചില കുട്ടികൾ വയസ്സ് ചെറുതാണ്, പക്ഷെ നല്ല ശരീരം ആകാരം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ വന്ന വടകരക്കടുത്തുള്ള ഞാനും കബീറാജും ഒക്കെ അറിയുന്ന ഒരാളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞതാ, സാർ എൻ്റെ മോക്ക് 11 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ഇപ്പം തന്നെ ഒരു 20 വയസ്സുള്ള പെണ്ണിൻ്റെ മരിയ, അതുകൊണ്ട് ഞാൻ രാത്രി ഓക്കൊന്നും തിന്നാൻ കൊടുക്കില്ല. രാത്രി തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ കാരണം തടി കൂടുമെന്ന് പേടിച്ചിട്ട്. ഞാൻ ഓർക്കുന്നു, ഒരു 10-16 കൊല്ലം മുമ്പാ ചാവക്കാട് ഒരു സ്ഥലത്ത് വയലിൽ പോയി.
വയലിന് ഭക്ഷണം കഴിക്കാനൊരു വീട്ടിൽ ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ദ്വാ ചെയ്ത് ഇറങ്ങുമ്പോൾ ആ വീട്ടുകാരനോട് പറയാം, ഉസ്താദേ എനിക്കൊരു മോളുണ്ട്, ഞാൻ വലിയ ടെൻഷനിൽ ഞങ്ങൾ ദ്വാരക്കണം. ഞാൻ ചോദിച്ചെന്താ? എന്നോട് പറഞ്ഞു അവർക്ക് ഓക്ക് 12 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ഇപ്പം തന്നെ 22 വയസ്സുള്ള പെണ്ണിൻ്റെ മാതിരിയാണ്. നീ 5-6 വർഷവും കൂടെ കഴിയുമ്പോഴേ ഒരു 10-35 വയസ്സുള്ള പെണ്ണിൻ്റെ കോലത്തേക്ക് ഓളാവോ എന്നുള്ള പേടിയിലാണ്. എങ്ങനെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും? 18 വയസ്സ് വരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? എനിക്കറിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശാരീരികമായി പൊട്ടി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. 9ാമത്തെ വയസ്സിലാ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിളയായി ചെല്ലുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. അല്ലാഹുവിന്റെ ഹബീബിന് ആദ്യമായി കുടിക്കാൻ കൊടുത്തത് പാലായിരുന്നു എന്ന ആയിഷ. പുതിയാപ്പിളാര് വീട്ടിലേക്ക് വരുമ്പോൾ പാല് കുടിക്കാൻ കൊടുക്കുക, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ടല്ലോ. നമ്മൾ കൊടുക്കലെന്താ? കട്ടൻ കാപ്പിയും കോഫിയാണ് കൊടുക്കുക, ബേക്കറിയും. നമ്മളെല്ലാം ബേക്കറിൻ്റെ പിന്നാലെ കൂടിയതുകൊണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പാല് കുടിച്ചു. പകുതി അല്പം കുടിച്ചതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഇശ്റബി, കുടിക്കൂ ആയിഷ എന്നോട് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അല്പം കുടിച്ചോ. എന്നോട് പറഞ്ഞു, ആയിഷ നിന്റെ ചങ്ങാതിച്ചുമാർക്ക് കൊടുക്കൂ ആയിഷ. അങ്ങനെ ഞാൻ എൻ്റെ ചങ്ങാതിച്ചുമാർക്കും കൊടുത്തു വന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിന് ശേഷം അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സ്വഹാബിയാത്തായ വനിതകൾ അണിച്ചൊരുക്കി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ പറയുകയാണ്. ആരാണ് ആയിഷ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടിയ മോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കറിയാമല്ലോ, മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നല്ലോ, ധനാഢ്യനായിരുന്നല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറ്റ് വരവിനെ കുറിച്ച് പറയുന്നത് 40,000 സ്വർണ്ണ നാണയങ്ങളായിരുന്നുവെന്നാണ്. ആ സിദ്ദീഖിന്റെ വീട്ടിൽ വളർന്ന ആളാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വന്നരങ്ങോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ അവസ്ഥയെക്കുറിച്ച്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വീടിന്റെ മേൽക്കൂര ഈത്തപ്പന ഓല കൊണ്ടായിരുന്നു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ വീട്ടിന്റെ അകത്ത് നിന്ന് കൈയൊന്ന് പൊക്കിയാൽ വീടിന്റെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നവത്രേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ വീട്ടിൻ്റെ അകത്ത് 3 പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു, മറ്റൊന്ന് ഈത്തപ്പഴം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു, 3ാമത്തെ പാത്രത്തിലായിരുന്നു മാവ് സൂക്ഷിക്കാറുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നല്ലോണം കേൾക്കണം പെണ്ണുങ്ങന്മാർ, എന്തിനത് പറഞ്ഞറിയങ്ങള്? എന്തിനാ നമ്മളെവിടെ അവരെവിടെ എന്ന് നമ്മൾ ചിന്തിക്കാനാണ്. ഈയിടെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, പള്ളിയിൽ വന്നെൻ്റെ റൂമിൽ വന്ന അയാൾ അങ്ങനെ പൊട്ടി കരഞ്ഞു. അയാൾ, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ 38 ലക്ഷം ഉറുപ്പിക ബാങ്കിൻ്റെ കടക്കാരനാ. 38 ലക്ഷം ഉറുപ്പിക ബാങ്കിൽ നിന്ന് ഞാൻ കടമെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കടമെടുത്തത്? എന്നോട് പറഞ്ഞു, വീടുണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ തറവാട്ട് വീട്ടിൽ തന്നെ നിന്നാൽ പോരെ, നിങ്ങൾ എന്തിനെ തിരിച്ചടക്കാൻ കഴിയാത്ത വിധം ഈ ഭീമമായ സംഖ്യ നിങ്ങൾ എന്തിനാ പലിശക്ക് വാങ്ങിയത്? അപ്പം അയാൾ പറഞ്ഞു, ഉസ്താദേ തീരെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ അടുത്ത് 75 ലക്ഷം ഉറുപ്പിക ഉണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ എടുത്തത് 1 കോടിയുടെ മുകളിലുള്ള വീടാണ്. ഞാൻ അയാളോട് ചോദിച്ചു, 75 ലക്ഷം തന്നെ നിങ്ങൾക്ക് വീടെടുത്താൻ മതിയാകുമായിരുന്നില്ലേ? അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, എൻ്റെ ഭാര്യയുടെ ആഗ്രഹം തീർത്തു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ. എന്താ പ്രശ്നം എന്നറിയോ? ഇയാൾ വീടെടുക്കുമ്പോൾ ഇയാളുടെ ഭാര്യയുടെ ജേട്ടത്തിമാരുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ പറയാണത്ര ഇയാളോട്, താത്താന്റെ വീടിനേക്കാളും ഒരു പിടി മുന്നിലാകണം നമ്മുടെ വീട്. അവർക്ക് 2 കിച്ചണാ, നമുക്ക് 3 കിച്ചൺ വേണോ? അവരുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് 800 സ്ക്വയർ ഫീറ്റിനുള്ള ഗ്രാനൈറ്റ് ആണ്, നമ്മുടേത് 1000-ഓ 2000-ഓ ആകണം. ഇയാൾ പറയാ, ആഗ്രഹം തീർക്കാൻ വേണ്ടി ഉസ്താദെ കയ്യിലുള്ള പൈസ തികയാതെ വന്നപ്പോ ഞാൻ കടം വാങ്ങിയതാ 38 ലക്ഷം ഉറുപ്പിക. എനിക്ക് ശമ്പളം 50,000-ആ. എല്ലാ മാസവും കിട്ടുന്ന ശമ്പളം പോലും ഞാൻ അടച്ചാലും എൻ്റെ പലിശ ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തു തീരൂല. പെങ്ങളെ ആലോചിക്കണേ, ചിന്തിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഏത് ഹബീബാണ്? അൻതല്ലദീ ലൗലാ കമാ ഖുലിഖ ഇംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ജന്മമില്ലെന്ന് പുകഴ് കൊണ്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ വീടിനെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ അകത്ത് ഒരു വിരിപ്പാറുണ്ടായിരുന്നത്, അതേപോലെ പുതക്കാനൊരു പുതപ്പാറുണ്ടായിരുന്നത്, ഒരു തലയണയായിരുന്നു ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കും റസൂലുള്ളാഹിക്കും ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം, വെള്ളം കുടിക്കാൻ ഒരു പാത്രം, ഇതല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ അകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ 9ാമത്തെ വയസ്സിൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ അങ്ങനെ. ആയിഷ ബീവിക്ക് പരാതി ഉണ്ടോ? പരാതിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ജീവിതം സന്തോഷപൂർണമായിരുന്നു. വീട്ടിന്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതം സന്തോഷപൂർണമായിരുന്നതാണ്. നമ്മുടെ പല ആളുകളുടെയും സ്ഥിതി എന്താ വെച്ചാൽ, വീടൊക്കെ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ വീട്ടിൻ്റെ അകത്തുള്ള 2 ആളുടെയും മനസ്സ് എരിഞ്ഞു പൊരിഞ്ഞു കഴിയാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ള എന്നെ മനസ്സിലാക്കിയിട്ടായിരുന്നു എന്നോട് പെരുമാറാറുണ്ടായിരുന്നത്. ആയിഷ ബീവി കരഞ്ഞൊരു വീട് മദീനത്ത് ഇപ്പോഴും ഉണ്ട്. ഞാനെന്ന് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വേഗം അവസാനിപ്പിക്കും. ആയിഷ ബീവിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ ഒരു വീട് മദീനത്ത് ഇപ്പോഴുമുണ്ട്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ വീടാണ് വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉർവ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് സൽക്കരിച്ചു. ഉർവ റളിയല്ലാഹു അൻഹു ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് ഉർവ റളിയല്ലാഹു അൻഹു. അപ്പൊ മൂത്തമ്മാനെ സൽക്കരിച്ചു. ആരോ? ഉർവ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക്. എപ്പോഴാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷമാ. എന്തിനാ സൽക്കരിച്ചത്? മൂത്തമ്മ വീട്ടിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ, ആ പ്രയാസങ്ങളിൽ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. മദീനത്താണ് ആ വീട്, ഇപ്പോഴും കാണാൻ കഴിയും. മദീന മുനവ്വറയിൽ കൂടെ വരാറുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ നിരോധിതമായ മേഖലയാണെങ്കിലും ശരി, ഇടക്ക് പോകാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ വീടാണത്. ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണമെല്ലാം പാകം ചെയ്തു. ആ ഭക്ഷണം ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. മൂത്തമ്മയോട് പറഞ്ഞു, മൂത്തമ്മ കൈ കഴുകി ഭക്ഷണം കഴിക്കൂ മൂത്തമ്മ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരുന്നതാ. അങ്ങ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉർവ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഉർവ റളിയല്ലാഹു അൻഹു ചോദിച്ചോ, എന്തിനാണ് മൂത്തമ്മ അങ്ങ് കരയുന്നത്? ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തിനാ കരയുന്നത്? അപ്പോഴാ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതത്തിൽ എന്ന് ഇവിടെ പറയുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 18 ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉർവാ മോനെ ഉർവാ, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ 10 കൊല്ലം കഴിഞ്ഞു കൂടിയിട്ടുണ്ട് മോനെ, റസൂലുള്ളാഹിന്റെ ഭാര്യയായി. പൊന്നു മോനെ, ആ 10 കൊല്ലത്തിനിടക്ക് മോനെ ഉർവാ, ഇതുപോലൊരു ഭക്ഷണം റസൂലുള്ള കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മോനെ. ഇതുപോലൊരു ഭക്ഷണം എൻ്റെ റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കിട്ട് കഴിഞ്ഞിട്ടുമില്ല മോനെ എന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി കരഞ്ഞത്. മദീനത്തിന്റെ കണ്ണുനീർ തുള്ളികൾ വീണ വീട് ഇന്നുമുണ്ട് എൻ്റെ സഹോദരങ്ങളെ.